ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ ദോശയായിരുന്നേ. ഞാൻ വൈകിട്ടേ മാവൊക്കെ അരച്ച് വെച്ചു, കടലയും വെള്ളത്തിലിട്ടു കടലക്കറിക്കായിട്ട്. ഈ മാവ് രാവിലെ ആയപ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നു കേട്ടോ. നല്ല പത പോലെ ഇരുന്നു, കുറച്ച് പൊങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ദോശയായിരുന്നു കേട്ടോ. എന്നിട്ട് അതുണ്ടാക്കി ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഇട്ട് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ നെയ്യൊക്കെ തൂത്ത് ദോശ നല്ല മുരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ മസാല ദോശയാക്കാമെന്ന് കരുതിയിട്ട് കിഴങ്ങുണ്ടായിരുന്നു. അങ്ങനെ കിഴങ്ങൊക്കെ വെച്ച് മസാല റെഡിയാക്കി ഞാൻ വെച്ചു. എന്നിട്ട് ആ മസാല എടുത്ത് ഈ ദോശയ്ക്കകത്തോട്ട് വെച്ചു. മസാല ദോശയിലോട്ട്, ചൂട് ദോശയിലോട്ട് ഈ മസാലയും കൂടെ വെച്ച് ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ദോശ ഞാൻ അങ്ങനെ അടച്ചു വെച്ചു. നല്ല ചൂടുള്ളതുകൊണ്ട് ആ മസാലയും ദോശയും കൂടെ അങ്ങ് സെറ്റായിട്ട് എനിക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയോ സാമ്പാറോ ഒന്നുമില്ല കേട്ടോ, ഈ മസാല മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനത് ഈ ചൂടോടെ കൊണ്ടുപോയി ഒരു പാത്രത്തിലോട്ട് വെച്ച് ഞാൻ കഴിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവച്ച് ആ ചൂടോടെ ആ ദോശ എടുത്തു. അതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്രയ്ക്ക് സോഫ്റ്റാണ് ആ ദോശ. ആ മസാലയും കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാൻ തന്നെ സൂപ്പറായിരുന്നു ഗൈസ്, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അതിന് കോംബോ ആയിട്ട് ചട്നി സാമ്പാർ ഇല്ലെങ്കിൽ കൂടി ഇത് മാത്രമായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് മാത്രമായിട്ട് കഴിച്ചും കൂടെ നോക്കിക്കോ കേട്ടോ. നെയ്യുടെ ഫ്ലേവറും മസാലയും എല്ലാം കൂടെ ഒക്കെ ആയപ്പം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, ബൈ.